നരച്ച താടിയുള്ള ഒരു മനുഷ്യൻ ഈ ട്രൗസറൊക്കെ ഇട്ട് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പം എൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾ ഓടാൻ പൊക്കോ, നിങ്ങളൊരു ഫുൾ പാൻറ്റൊക്കെ ഇട്ട് ഓടാൻ പൊക്കോളാൻ എന്നോട് ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വെറും 4 സെക്കൻഡിനാണ് 1ാം സ്ഥാനം എനിക്ക് കിട്ടിയത്. പക്ഷേ ഇനി ഓടിയാലും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്നേക്കാൾ എത്രയോ ആരോഗ്യമുള്ള, എന്നേക്കാളും വലിയൊരു ഓട്ടക്കാരനാണ് അയാൾ. പക്ഷേ അന്ന് ദൈവം എന്തോ ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടാണ് 4 സെക്കൻഡിന് 1ാം സ്ഥാനത്ത് എത്തിച്ചത്. ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ ദൈവത്തോട് ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഹിമാലയയിലേക്ക് പോയത്. ആ ഒറ്റ യാത്രയിൽ എനിക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കിട്ടുക. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പം എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഇടതുവശത്ത് എൻ്റെ ക്ലീനർ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വീടുകളിൽ ഈ കുഞ്ഞു മക്കളുടെ ട്രോഫികളും മെഡലുകളൊക്കെ കാണും. ഇവിടെ ഈ വീട്ടിൽ മെഡലുകൾ കൊണ്ട് നിറയ്ക്കുന്നത് ഒരു കുഞ്ഞൊന്നുമല്ല, ഈ പ്രായമായ ഈ അപ്പച്ചനാണ്. ചേട്ടൻ്റെ പേര് തോമസ്. ഏതാണ്ട് 65 വയസ്സോളം പ്രായമുണ്ട്. 50 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെ നേടിയ നേട്ടങ്ങളുടെ പരമ്പരയാണിത്. തോമസ് ചേട്ടൻ നമ്മളോട് പറയും ഈ ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു നമ്പർ മാത്രമാണെന്ന്. എൻ്റെ പേര് തോമസ് പള്ളിത്താഴത്ത്. ഞാൻ ദ്വാരക അൽഫോൻസ ഇടവകാംഗമാണ്. വീട്ടിൽ ഭാര്യയുണ്ട്, 2 പെൺകുട്ടികളാണ്. അവരുടെ 2 പേരുടെയും വിവാഹം കഴിച്ചു. അമ്പതാമത്തെ വയസ്സ് വരെ സ്പോർട്സുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. 40ാമത്തെ വയസ്സിൽ ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറുകയാണ്. അന്ന് എൻ്റെ കുട്ടികളൊക്കെ 1ാം ക്ലാസ്സിലും ഒരാൾ LKGയിലും ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന സമയം. വരുമാനം കൊണ്ട് ചിലവ് നടക്കാത്തൊരവസ്ഥ വന്നു. കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറുന്നു. ബോംബെയിലേക്ക് വണ്ടി കയറുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷ അറിയത്തില്ല. കേരളത്തിന് പുറത്ത് വണ്ടി ഓടിച്ച് പരിചയമില്ല. എന്തായാലും ശരി, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ബോംബെയിലെത്തി. ഒരു പാഴ്സൽ സർവീസ് വണ്ടിയിൽ കയറി. ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്കും ആസാമിലേക്കും ട്രിപ്പ് പോകുന്ന വണ്ടികളായിരുന്നു. അതിൽ കയറി കുറച്ച് നാൾ പണിയെടുത്തു. അങ്ങനെ പിന്നീട് കമ്പനി മാറി. അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം കഴിയുന്നവരെങ്കിലും ജോലി ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നടന്നും ഓടിയൊക്കെ തുടങ്ങിയതാണ്. 2 കിലോമീറ്റർ എന്നുള്ളത് 3 കിലോമീറ്ററായി, 4 കിലോമീറ്ററായി, അങ്ങനെ 10 കിലോമീറ്ററൊക്കെ ഓടാൻ തുടങ്ങി. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഭാരമൊക്കെ കുറഞ്ഞ് നല്ലൊരു അവസ്ഥ, ശരീരത്തിൻ്റെ അസുഖങ്ങളൊക്കെ എന്നെ വിട്ടുമാറി സത്യത്തിൽ. അങ്ങനെ 2014 ആദ്യമായിട്ട് ഞാനൊരു മാരത്തൺ ഓട്ടത്തിൽ പങ്കെടുക്കുകയാണ്. മുത്തൂറ്റ് ഫൈനാൻസിയേഴ്സും മനോരമയും ചേർന്ന് നടത്തിയ മാരത്തൺ ഓട്ടം. ആ മാരത്തൺ ഓട്ടത്തിൽ ഞാൻ പങ്കെടുത്തു. അന്ന് എൻ്റെ ചിന്താഗതികളൊക്കെ മാറിപ്പോയി. സ്പോർട്സുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ കഴിയും, ഞാൻ വെറും ഒരു ഡ്രൈവറല്ല, എന്നെക്കൊണ്ട് എന്തൊക്കെയോ കഴിയുമെന്നൊരു തോന്നലായി. അങ്ങനെ പിന്നീട് ഞാൻ പല മാരത്തണോട്ടങ്ങളിലും പങ്കെടുത്തു. 2016 ബാംഗ്ലൂരിൽ വെച്ച് ശ്രീറാം പ്രോപ്പർട്ടീസ് ബാംഗ്ലൂർ മാരത്തണിൽ വെച്ച് ഒരു 3ാം സ്ഥാനം എനിക്ക് കിട്ടി. 21 കിലോമീറ്റർ ഓടിയിട്ട് ഒരു 3ാം സ്ഥാനം എനിക്ക് കിട്ടി. പിന്നീട് അങ്ങോട്ട് ഇതുവരെ ഏകദേശം 100-ൽ കൂടുതൽ വിജയ മെഡലുകൾ കിട്ടി. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയത് മെയ് 31 ഹിമാലയൻ മാരത്തണിൽ. ഞാൻ ആദ്യമായിട്ടൊരു മത്സരത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് വിജയിക്കുന്നത് 1 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ടാണ്. 10 വർഷത്തോളം കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഓടിയെത്തുന്നത് 1 മണിക്കൂർ 30 മിനിറ്റിൽ താഴെ ഓടിയെത്താൻ എനിക്ക് കഴിയും. അതായത് എൻ്റെ പ്രായം 10 വയസ്സ് കൂടിയെങ്കിലും ഞാൻ എൻ്റെ ഓട്ടത്തിൻ്റെ സമയം വീണ്ടും വീണ്ടും കുറച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണത്. അത് നമുക്ക് പ്രായം കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പ്രായം കുറച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രായത്തെ പിടിച്ചു നിർത്താൻ കഴിയും, യാതൊരു സംശയവുമില്ല.
ഓടി ഓടി എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞപ്പം കാൽമുട്ടുവേദന പോയി, നടുവേദന പോയി, കിതപ്പ് മാറി. ഇപ്പോൾ എനിക്ക് 50 കിലോമീറ്റർ നിർത്താതെ ഓടാൻ കഴിയും. ഇപ്പോൾ ഹിമാലയത്തിൽ ഞാൻ ഓടിയിട്ട് വന്നത് 42 കിലോമീറ്ററാണ്. 42 കിലോമീറ്റർ ഒരു കിതപ്പും ഇല്ലാതെ ഞാൻ മികച്ച ടൈമിൽ ഓടിത്തീർത്തു. എൻ്റെ 2ാം സ്ഥാനക്കാരൻ ഞാൻ ഓടിയെത്തിയിട്ട് 39 മിനിറ്റിന് ശേഷമാണ് ഓടിയെത്തിയത്. അത്ര മുൻപിൽ ഞാൻ ഓടിയെത്തി. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾ 95% നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. അത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം. ഞാൻ ആ ഉദ്ദേശത്തോടെ എൻ്റെ അനുഭവക്കുറിപ്പുകൾ ഒരു പുസ്തകം എഴുതി. ഇപ്പം ഞാൻ രണ്ടാമതൊരു പുസ്തകം കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എനിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. കാരണം നേരം വെളുക്കുമ്പം നരച്ച താടിയുള്ളൊരു മനുഷ്യൻ ഈ ട്രൗസറൊക്കെ ഇട്ട് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പം എൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾ ഓടാൻ പൊക്കോ, നിങ്ങളൊരു ഫുൾ പാൻറ്റൊക്കെ ഇട്ട് ഓടാൻ പൊക്കോളാൻ എന്നോട് ഭാര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഒരു മത്സരത്തിലും സമ്മാനമൊക്കെ കിട്ടി, എൻ്റെ പത്രത്തിലൊക്കെ എൻ്റെ ഫോട്ടോയൊക്കെ വരാൻ തുടങ്ങിയപ്പം എൻ്റെ ഭാര്യയ്ക്ക് സന്തോഷമായി. ഇപ്പോൾ ഒരു വർഷത്തിലധികമായിട്ട് ഞാൻ നാട്ടിൽ തന്നെ കൂടുകയാണ്. ഇപ്പം ഞാൻ തോണിച്ചാലിലുള്ള എമ്മാവൂസ് വില്ലയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൂൾ ബസ്സിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഓരോ പ്രാവശ്യം മത്സരത്തിന് പോകുമ്പോഴും ഇവിടെയുള്ള നിഷ്കളങ്കരായ പിള്ളേർ രാത്രി പ്രാർത്ഥനയുടെ സമയത്തൊക്കെ തോമസ് ചേട്ടന് ഓടി 1ാം സ്ഥാനം കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് അവരൊച്ചത്തിൽ പ്രാർത്ഥിക്കുന്നൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തരുന്നത്. പൂനെയിൽ ഇന്ത്യയിൽ ഇന്ന് വരെ ഏജ് കാറ്റഗറിക്ക് കൊടുക്കാത്ത ഏറ്റവും വലിയ ക്യാഷ് പ്രൈസ് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസിലുണ്ടായിരുന്ന മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. അതും വെറും 4 സെക്കൻഡിനാണ് 1ാം സ്ഥാനം എനിക്ക് കിട്ടിയത്. പക്ഷേ ഇനി ഓടിയാലും ആ മനുഷ്യനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട്, എന്നേക്കാൾ എത്രയോ ആരോഗ്യമുള്ള, എന്നേക്കാളും വലിയൊരു ഓട്ടക്കാരനാണ് അയാൾ. പക്ഷേ അന്ന് ദൈവം എന്തോ ഒരു അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടാണ് 4 സെക്കൻഡിന് 1ാം സ്ഥാനത്ത് എത്തിച്ചത്. കാരണം ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ ദൈവത്തോട് ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഹിമാലയയിലേക്ക് പോയത്. ആ ഒറ്റ യാത്രയിൽ എനിക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കിട്ടുക, അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിനു മുമ്പൊരു മത്സരത്തിൽ എനിക്ക് 30,000-ൽ കൂടുതൽ ഒരു ക്യാഷ് പ്രൈസ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മാരത്തണാണ് ടാറ്റ മുംബൈ മാരത്തൺ. അതിൻ്റെ ക്യാഷ് പ്രൈസ് 30,000 രൂപയാണ്. പക്ഷേ ഈ ഒറ്റ യാത്രയിൽ എനിക്ക് കിട്ടിയത്, എനിക്ക് സ്വപ്നത്തിൽ പോലും തോൽപ്പിക്കാൻ പറ്റാത്ത 2 പേരെ തോൽപ്പിച്ച്, ഹിമാലയത്തിൽ ഓടി തോൽപ്പിച്ചയാൾ ഇതിനു മുമ്പ് തവാങ് മത്സരത്തിൽ, അരുണാചൽ പ്രദേശിലെ മത്സരത്തിൽ എന്നെ തോൽപ്പിച്ചയാളെയാണ് ഹിമാലയത്തിൽ ഞാൻ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ പൂനെയിൽ ഒരിക്കൽ പോലും എനിക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്ര വലിയൊരു ഓട്ടക്കാരനെയാണ് പൂനെയിൽ എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ വെള്ളിയാഴ്ച തന്നെ ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു. മാരത്തൺ ഓട്ടത്തിൻ്റെ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യാത്ത, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനൊക്കെ കിട്ടുന്ന ഭക്ഷണം തന്നെ വേണം. ചെറുപയർ, കടല, ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഞാൻ വണ്ടിക്കകത്ത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കും, മുളപ്പിക്കും. അങ്ങനെ മുളപ്പിച്ച പയറും ഇതൊക്കെ പച്ചയ്ക്ക് തന്നെ ഞാൻ തിന്നാൻ തുടങ്ങി. കുറേ നട്ട്സും കുറേ പഴവർഗ്ഗങ്ങൾ, കർണാടകയിലൂടെയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അവിടെ വില കുറഞ്ഞ് കിട്ടും. പേരയ്ക്ക, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അനാറ് വില കുറഞ്ഞ് കിട്ടും. അവിടുന്ന് ഞാൻ അനാറ് വാങ്ങും. അങ്ങനെ എവിടെ വില കുറഞ്ഞ നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നോ ആ ഫ്രൂട്ട്സ് കഴിക്കും, നട്ട്സ് കഴിക്കും. പിന്നെ ദിവസത്തിൽ ഒരു നേരം ചോറ് നിർബന്ധമാണ്. അത് ചോറ് കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി നിർത്തി ചോറ് കഴിക്കും. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. ഒരു നേരം റാഗിയുടെ പൊടി കുറുക്കി കഴിക്കും, അതിന് 5 മിനിറ്റ് മതി. അല്ലെങ്കിൽ 2-3 മുട്ട, കുറച്ച് മുരിങ്ങയിലയൊക്കെ ഇട്ട് ഒരു ആംബ്ലേറ്റ് അടിച്ച് കഴിക്കും, അതിനാണെങ്കിൽ ഒരു 6-7 മിനിറ്റ് മതി. അങ്ങനെ ചെറിയ സമയം കൊണ്ട് ലഘുവായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭക്ഷണത്തിന് രുചിക്ക് വേണ്ടിയല്ല, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. 95% നമ്മുടെ അസുഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അത് നമ്മൾ സ്വയം വരുത്തി വെക്കുക. ഒന്നെങ്കിൽ അമിത ഭക്ഷണം മൂലം, വ്യായാമത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനെന്ന മനുഷ്യന് വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ പ്രാർത്ഥനയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടവും ആയിരുന്നില്ല ചെറുപ്പത്തിലൊന്നും. പക്ഷേ എന്നെപ്പറ്റി ദൈവത്തിനെന്തോ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുക. കാരണം 40-ാമത്തെ വയസ്സിൽ ഞാൻ ബോംബെയിൽ എത്തിപ്പെടുന്നു.
അന്ന് എനിക്ക് ശരിക്കും ഭാഷ പോലും അറിയത്തില്ല, അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല, നമുക്ക് പറ്റുന്ന ഭക്ഷണം പിടിക്കുന്നില്ല. അന്ന് ക്ലീനർ പോലും ഉണ്ടാവില്ല, ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പം എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അന്ന് രാത്രിയൊക്കെ വണ്ടി ഓടിക്കും, ഇടതുവശത്ത് എൻ്റെ ക്ലീനർ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഞാൻ ശരിക്കും ഒരു ആത്മഹത്യയുടെ വക്കത്തെത്തിയ സമയത്താണ് ഞാൻ ബോംബെയിൽ എത്തിപ്പെടുന്നത്. മാരത്തണോട്ടത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യയിൽ എനിക്ക് നേടാൻ പറ്റുന്ന എല്ലാ മത്സരങ്ങളിലും നേടിക്കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മറ്റുള്ളവർക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാവും, ആ കഴിവുകളെ തിരിച്ചറിയണം. പക്ഷേ എനിക്ക് എൻ്റെ കഴിവുകളെ തിരിച്ചറിയാനായിട്ട് കുറേ സമയമെടുത്തു. എൻ്റെ 50-ാമത്തെ വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.